ഹലോ ഡിയേഴ്സ്, ഐറിൻ ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പിക്കിൽ കാണുന്ന പോലെ എങ്ങനെയാണ് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, 0 പോയിൻ്റാണ് ഞാനവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ മേലേക്ക് 1/2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 5.5 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ താഴേക്കുള്ള മെഷർമെൻ്റ് എല്ലാം എടുക്കുന്നത്. തൊട്ട് താഴെയായിട്ട് 1/2 ഇഞ്ചും അതിൻ്റെ താഴെ 1/4 ഇഞ്ചും അതിൻ്റെ താഴെയായിട്ട് 1/4 ഇഞ്ചാണ് ലെങ്ത്ത് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും മാർക്ക് ചെയ്ത് സ്ട്രേറ്റ് ലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ വിഡ്ത്ത് ഒരു 3/4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ താഴേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 3/4 ഇഞ്ച് വിഡ്ത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നമ്മളൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ച് എടുക്കുക. ശേഷം നമുക്കൊന്ന് അവിടെ കർവ് ചെയ്തെടുക്കണം. ഈ 3/4 ഇഞ്ച് ഇപ്പോൾ എടുത്തിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ സ്ട്രേറ്റ് ലൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്ത് തീർക്കാവുന്നതാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ താഴെ എടുത്തിരിക്കുന്ന ആ 1/4 ഇഞ്ച് ഉണ്ടല്ലോ, അത് ആ കർവ് ഷേപ്പിൽ ആ 1/4 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ 1/4 ഇഞ്ച് ലൈനിലേക്കാണ് ഞാൻ ആ കർവ് ഷേപ്പ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴെ നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ 1/4 ഇഞ്ച് നമ്മൾ കർവ് ഷേപ്പിൽ തന്നെ ആ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ചിന് ശേഷം 1/4 ഇഞ്ച് നമ്മൾ ആ ടേപ്പ് വെച്ച് ഫുള്ളായിട്ട് ആ കർവ് അങ്ങനെ ഷേപ്പ് ചെയ്ത് പോരാണ്. ഇങ്ങനെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അത് ആ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന 1/4 ഇഞ്ച്. ഓക്കെ, ആ 1/4 ഇഞ്ച് നമ്മൾ ആ കർവ് ഷേപ്പിൽ ടേപ്പ് വെച്ച് തന്നെ മാർക്ക് ചെയ്ത് പോരാണ്. ഇത് നമുക്ക് അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് ടേപ്പ് വെച്ച് തന്നെ മാർക്ക് ചെയ്ത് പോരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊടുക്കാനുള്ള ഒരു ലീഫ് ഡിസൈനാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നു എന്നുള്ളൂ. ഇതിങ്ങനെ കോണാക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ഒരു 1/4 ഇഞ്ച് 1.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ആ ഒരു ഷേപ്പ് വരച്ചെടുത്തിരിക്കുന്നത്, ഓവൽ ഷേപ്പിൽ വരച്ചെടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ആ കട്ട് ചെയ്തെടുത്ത് അതിനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമുക്കിങ്ങനെ ഒരു ലീഫ് ഡിസൈനാണ് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിനി ആ ഒരു 1/4 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നല്ലോ, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ ഈ ലീഫ് ഡിസൈൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 2 പീസായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ പീസായിട്ടും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. സിംഗിൾ പീസ് ആകുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ടോപ്പെന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ടി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ ഒരേ സൈഡിലേക്ക് തന്നെയാണ് കേട്ടോ വെച്ച് പോകുന്നത്. എൻ്റെ കൈയിരിക്കുന്ന മേലത്തെ കൈയിരിക്കുന്ന ഒരു സൈഡിലേക്കാണ് ഞാൻ ആ ടി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ വെച്ച് മാർക്ക് ചെയ്ത് പോകുന്നത്. കണ്ടോ, തിരിച്ച് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ. അങ്ങനെ ഏകദേശം ഒരു 1/4 ഭാഗം നമ്മൾ ആ ഒരു കർവ് ഷേപ്പിൽ നമ്മളങ്ങനെ മാർക്ക് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ അവിടെ ഫില്ലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് നോക്കി പോവുക. ഇനി നമ്മൾ ആ ഒരു ഡിസൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കൊടുത്തിരുന്ന ആ ഒരു 1/4 ഇഞ്ചിൻ്റെ എൻഡിൽ വരുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൽ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ടോപ്പിൽ സീം അലവൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ആ ഒരു ലൈനിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി മേലെ നമ്മളൊരു 1/2 ഇഞ്ച് അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കർവ് ഷേപ്പ്, ഏറ്റവും ഉള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കർവ് ഷേപ്പാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 5.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിരുന്നല്ലോ, ആ ഷേപ്പാണ് കട്ട് ചെയ്തിരിക്കുന്നത്. മേലെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആ ഒരു ലീഫ് ഡിസൈൻ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 2 കളറിൽ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുന്നത് മേലേക്ക് പോയിക്കുന്ന ആ കർവ് ഷേപ്പുകളാണ് ഗ്രീൻ കളറിൽ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. കട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈൻ
ഒന്നിച്ച് കട്ട് ചെയ്ത് പോകണം. താഴെ ഞാൻ ഒരു റെഡ് ഷെയ്ഡിൽ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, താഴത്തെ കർവ് പോയിരിക്കുന്നത് വേറൊരു കളറിൽ, ഇപ്പോൾ റെഡ് കളറിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈൻ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് പോയിരിക്കുന്നതെന്നും കൂടി ശ്രദ്ധിക്കുക. നമുക്ക് ആ ഷോൾഡറിൻ്റെ സൈഡിലേക്ക് ഫുള്ളായിട്ട് ആ ഷേപ്പ് എടുക്കണ്ട കേട്ടോ. അത് ഞാൻ എങ്ങനെയാണ് വരച്ച് നിർത്തിയേക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ആ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ലൈനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആ ഷേപ്പ് കിട്ടിയേക്കുന്നത് കേട്ടോ. നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ആ ഗ്രീനിൽ പോയിൻ്റ് ചെയ്ത് പോയിക്കുന്ന ലൈനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈൻ നോക്കി നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റാതെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് നിർത്താണ്, അതിൻ്റെ മേലേക്കുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. കണ്ടോ, ഇങ്ങനൊരു ഷേപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഒന്ന് നിങ്ങളിങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ഈ കാണിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമ്മളൊരു ലൈനിങ് പീസിലേക്ക് വെച്ചൊന്ന് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ് ഉള്ളിലെ പീസ്. ഓക്കെ, ഉള്ളിലെ പീസ് നമ്മളൊന്ന് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ്. അത് വെച്ചിട്ട് താഴെ വേറൊരു ലൈനിങ് പീസിലും കൂടി ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ക്യാൻവാസ്, താഴത്തെ ക്യാൻവാസ് ഏത് പൊസിഷനിലാണ് വെക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ പോയിൻ്റ് ഇത് കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈനിൽ വെച്ചിട്ടാണ് ഈ ക്യാൻവാസിനെ നമ്മൾ അയൺ ചെയ്തെടുത്തിരിക്കുന്നത് വേറൊരു പീസിൽ. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ആ ക്യാൻവാസിൻ്റെ സൈഡ്, അതായത് വലിയ ക്യാൻവാസ് നമ്മളിപ്പോൾ രണ്ടാമത് അയൺ ചെയ്തെടുത്തിരുന്നല്ലോ, ആ ക്യാൻവാസിൻ്റെ ഔട്ടർ സൈഡാണ് ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ആ ഫിനിഷ് ചെയ്തെടുത്ത പീസിനെ നമ്മുടെ ടോപ്പ്, ഏത് ടോപ്പിലേക്കാണോ നമുക്ക് വെക്കേണ്ടത് ആ ടോപ്പിലേക്ക് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. വലിയ ക്യാൻവാസിൻ്റെ പീസാണ് ഇപ്പം നമ്മൾ ആ ടോപ്പിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ക്യാൻവാസിനോട് ചേർന്ന് ആ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അത് അത്രയും ഫുള്ളായിട്ട് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ശേഷം നമ്മൾ 4 ഇഞ്ചിൽ സാധാരണ നെക്കിൻ്റെ ക്യാൻവാസ് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിട്ട് നമ്മൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളവിടെ ഒന്ന് ആ ഒരു നമുക്ക് മറയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സൈഡ് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ആ കോണ് വരുന്ന സൈഡിലൊന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കട്ടിങ്ങാണ് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം കർവ് വരുന്ന സൈഡിലെല്ലാം നമ്മളിങ്ങനെ ചെരിച്ചാണ് കട്ടിട്ട് കൊടുക്കുന്നത്. ശേഷം നമ്മളിങ്ങനെ മറയ്ക്കാണ് കേട്ടോ. നമ്മൾ മറയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, മോനോകൂർത്ത ഏതെങ്കിലും ഉപകരണം വെച്ചിട്ട് നമ്മളൊന്ന് മറച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആ കോണെല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇത്രയും ആയതിനു ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, ഉള്ളിലെ നെക്കിൻ്റെ ക്യാൻവാസ്, അത് നമ്മൾ ഇതുപോലെ ലൈനിങ്ങിൻ്റെ പീസിൻ്റെ കൂടെ വേറെ നല്ലൊരു പീസ് വെച്ച് കൊടുത്ത് ഈ കാണിക്കുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ 2 പീസും ഒന്നിച്ച് വേണേൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ കോണ് വരുന്ന സൈഡിലെല്ലാം ഞാനൊന്ന് നൂല് വെച്ച് ഈ കാണിക്കുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഓരോ മൂലകൾ വരുമ്പോഴും അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറയ്ക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ തന്നെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഒരു ഷേപ്പ് ഫുള്ളായിട്ട് അതുപോലെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ തിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ കറക്റ്റ് ആ കോണെല്ലാം കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർവ് വരുന്ന സൈഡിലെല്ലാം ചെരിച്ചും കട്ട് ചെയ്യുക. ആ മൂല വരുന്ന സൈഡിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കട്ടൊരിക്കലും കൊള്ളരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലൈനിങ്ങിൻ്റെ പീസ് മാത്രം ക്യാൻവാസിനോട് ചേർന്ന്, അവിടെ ഗ്യാപ്പില്ല, ക്യാൻവാസിനോട് ചേർന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഉള്ളിലിട്ടിരിക്കുന്ന നൂലിൽ കൊള്ളരുത്, അതുപോലെ തന്നെ ആ നല്ല തുണിയിലും കൊള്ളരുത്. അങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ അതിനെ തിരിച്ചു. ഇനി ഉള്ളിലിട്ടിരുന്ന നൂലുണ്ടല്ലോ, അതൊന്ന് ഓരോ മൂലയ്ക്കും ഇട്ട് കൊടുത്തിരിക്കുന്ന നൂല് നമ്മൾ കൃത്യമായിട്ടൊന്ന് പിടിച്ച് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ
ആ മൂലകളെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ശേഷം നമുക്ക് ആ നൂലിനെ പറിച്ച് കളയാവുന്ന അവിടുന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ശേഷം അവിടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് നമ്മൾ നെക്കിൻ്റെ പീസ്, മറ്റേ ആദ്യം നമ്മൾ വെച്ചിരിക്കുന്ന നെക്കിൻ്റെ പീസൊന്ന് വെച്ച് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ പീസിന് നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു നല്ല പീസും കൂടി എടുത്തിട്ട് അത് ഇതുപോലെ അതിൻ്റെ താഴെ വെച്ച് കൊടുക്കുക, നല്ല പീസ്. അതിൻ്റെ മേലെ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് മറിച്ചെടുത്തിരിക്കുന്ന പീസിനെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതുപോലെ ആ ഷേപ്പിലൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ശേഷം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമ്മളൊന്ന് ഇപ്പം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത പീസിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഉള്ളിലെ പോർഷൻ നമ്മൾ ഫുള്ളായിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഉള്ളിലെ നെക്ക് നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ടോട്ടലൊരു 3 പീസ് വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാൻവാസ് വെച്ചതിൽ 3 പീസ് മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ആ കർവ് ഒന്ന് മറച്ചെടുക്കണം. ഓക്കെ, ഒന്ന് മറച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഒരു തുമ്പുണ്ടല്ലോ ഒന്ന് മടക്കി ഒന്ന് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ തുമ്പൊന്നും നൂല് പുറത്ത് കാണാത്ത രീതിയിൽ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് പിക്ക് കാണുമ്പോൾ വളരെ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി അതിനെ മറിച്ച് നോർമലി നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്ന പോലെ നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ആ തുമ്പിലൂടെ ആ ഒരു അരിക് ചേർന്ന് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാണ്. ആ നെക്കിൻ്റെ ഉള്ളിൽ വരുന്ന ആ പോർഷൻ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ബാക്കി അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന പോർഷൻ നമുക്കൊന്ന് ഹെമ്മ് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നമ്മൾ അവിടെ മേലെ ഷോൾഡറിൻ്റെ പോർഷനിൽ കുറച്ചൊരു സ്പേസ് വിട്ടിരുന്നല്ലോ, അവിടെ അങ്ങനെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ പീസിനെ, വലിയ ക്യാൻവാസ് വെച്ച പീസിനെ നമ്മളൊന്ന് വെച്ച് കൊടുത്ത് ഇതുപോലെ ടോപ്പ് സ്റ്റിച്ചിട്ട് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ കട്ട് ചെയ്യുന്ന പോർഷൻ വളരെ ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഉണ്ടാവില്ല. നല്ല ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തു പോരാനായിട്ട് പറ്റും. ഏകദേശം നമുക്ക് വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഓരോ മൂലയും നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സൂചി നൂലും യൂസ് ചെയ്ത് ഒന്ന് അവിടെ ഫിനിഷ് ചെയ്തെടുക്കുക. ബീഡ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് നെക്കിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സംഭവം ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.